വിൻ്റർ ആയ പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല, പ്രത്യേകിച്ചും പിള്ളേർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൗണിലോട്ട് വന്നതാണ്. എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് കൃത്യമായൊരു ധാരണ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട വന്നില്ല. വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് മലയാളി കടയിലോട്ടാണ്. അവിടെ ചെന്നപ്പം പ്ലം കേക്കിൻ്റെയും ഡേറ്റ്സിൻ്റെയും ക്യാരറ്റ് കേക്കിൻ്റെയും ഒക്കെ വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് കേക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്ന് കാരൽ ഗ്രൂപ്പ് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ വർക്ക് ചെയ്യുന്ന ക്ലോസ് ആയിട്ടുള്ള 1-2 പേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കൊക്കെ മേടിച്ചു. കണ്ട് ഇഷ്ടപ്പെട്ട ഓരോന്നും ഇട്ട് നോക്കുമ്പോൾ ഒന്നിൽ സൈസ് ശരിയാവത്തില്ല, അല്ലെങ്കിൽ കളർ ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കുറേ സമയം ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും സമയം കളഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പുറത്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമാക്കാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതെങ്കിലും വീട്ടിൽ വന്ന ഈ സെയിം സാധനം തന്നെ കളറും സൈസൊക്കെ ഒരുമിച്ച് കിട്ടി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അച്ചാച്ചനൊരു സമാധാനമൊക്കെ ആയത്. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്കാണ് നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി അവിടെ ക്രിസ്മസ് കേക്കും ഒക്കെ കൊടുത്ത് ഒരു ഹാപ്പി ക്രിസ്മസും ഒക്കെ വിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചും വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പണിയുടെ അവസാന എപ്പിസോഡാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് പണിയെല്ലാം തീർന്ന് പണിക്കാർ പോവുകയാണ്. അപ്പോൾ ഇതേ പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് അന്നക്കുട്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്ന് എന്നും കൊണ്ടുവരുവേ. ഇവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഇനിയിപ്പോൾ നമ്മുടെ പണി തുടങ്ങാൻ. ആകെ മൊത്തം ഒരു അലങ്കോലമായി കിടക്കുകയാണ് വീട്. ഇനിയിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ബൈ ബൈ.